നാട്ടുകാരെ കളിയാക്കി കുറ്റം പറഞ്ഞാണ് നിനക്ക് വീഡിയോ എടുക്കാൻ അറിയുമെന്ന് പറയുന്നവരെടുത്ത് അല്ല, എനിക്കിങ്ങനെ വ്ളോഗ് എടുക്കാനും അറിയാം. നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിനി ഇങ്ങനെ അങ്ങ് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം. വെറുതെ എന്തിനാ നാട്ടുകാരെ കളിയാക്കി എന്നുള്ള ചീത്തപ്പേര് വാങ്ങുന്നതല്ലേ. നല്ല ഗോതമ്പിൻ്റെ ദോശയായിരുന്നു ഇന്ന്. പിന്നെ ഇതാ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല മഴയും നല്ല മൂടൽമഞ്ഞും ഉണ്ടായിരുന്നേ. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. മോൾ 8:30 പോയിട്ടോ. അതിന് മുമ്പ് ഇക്കയും ചെറിയ 2 മക്കളും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി 9 മണിയാകുമ്പോഴാണ് മോൻ്റെ ബസ് വരുന്നത്. അപ്പോൾ അവനുള്ള ലഞ്ച് ബോക്സ് എടുത്തു വെച്ചു. നല്ല മോരുകറിയും നല്ല മത്തി വറുത്തതും. ഈ മോരുകറി വേണമെന്ന് പറയുമ്പോൾ ഞാൻ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം അത് തണുത്ത് കഴിഞ്ഞാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ മോരുകറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ അത് അവനൊരു ഉമ്മൊക്കെ കൊടുത്ത് കുറച്ച് അത്രയൊക്കെ തേച്ച് കൊടുത്ത് അവൻ സ്കൂളിലോട്ട് പോയിട്ടോ. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. കാരണം 4:30 ആവണം പിന്നെ ഇവരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. അതുവരെ ഫ്രീ ആണ്. പിന്നെ ഇവൻ പോകുമ്പോൾ ആകെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് അവന് കുറച്ച് മീനുണ്ട്, ഗപ്പി മീൻ, അതിന് തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് പോകും. മിക്ക ദിവസവും ഞാൻ മറക്കാറാണ്. ഇന്നെന്താണെങ്കിലും ഒരു വ്ളോഗൊക്കെ എടുക്കുന്നതല്ലേ, മീൻ കൊടുത്തേക്കാന്ന്. പിന്നെ ഇതാ കാണുന്ന ഷീറ്റ് കണ്ടോ, അവിടെ ഒരു മണി പ്ലാന്റ് തൈ നടണമെന്ന് തൂക്കിയിടണമെന്ന് കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് അതും ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു പണിയാണ്. നമുക്കിവിടെ പൈപ്പ് വെള്ളമാണേ. അത് കറക്റ്റായിട്ട് പൂട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ചേച്ചീൻ്റെ പറമ്പിൽ ചെന്ന് വെള്ളം കിടക്കും. മിക്ക ദിവസം ചേച്ചി വന്ന് വിളിക്കാറാണ് എന്നെ. എന്താണെങ്കിലും ഇന്ന് ഞാൻ കറക്റ്റായിട്ട് പൂട്ടി. അതും ഈ വ്ളോഗ് കാരണം. ഈ വ്ളോഗ് എടുത്താൽ കുറേ ഗുണങ്ങളുണ്ടല്ലേ, നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീരുന്നുള്ളതാണ്. പിന്നെ ഇതാ ഇന്ന് നല്ല മോരുകറി മീനൊക്കെ ആയതുകൊണ്ട് ഞാൻ എഴുതി ഒരു 11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാമെന്നുള്ളത്. അപ്പോൾ രാവിലത്തെ ചായ അങ്ങ് സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നല്ല മോര് കറിയും നല്ല മത്തി വറുത്തതും. പിന്നെ ആ മത്തി വറുത്തതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ് എന്നറിയോ. അത് കൂട്ടി കഴിക്കാൻ മിക്കവരും പറയും അത് കഴിച്ചാൽ തടി കൂടുന്നൊക്കെ. നമുക്ക് ആകെ ഒറ്റ ജീവിതമുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ ധരിച്ച് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ ദൈവം അങ്ങ് മുകളിലോട്ട് വിളിക്കുന്നതെന്നൊക്കെ ആർക്കറിയാമല്ലേ. അപ്പോൾ അതാ നന്നായിട്ട് ചോറൊക്കെ കഴിച്ചു. ഇനിയുള്ള പണിയെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് അടക്കി പെറുക്കി വെക്കലാണ്. ഇതുപോലെ തന്നെ മിക്ക ദിവസവും അടി പിടിച്ചിരിക്കും. എന്നിട്ട് അവർ വരുന്നതിൻ്റെ ഒരു 1 മണിക്കൂറോ മുമ്പ് ഷടപടിയെന്ന് പറഞ്ഞ് ചെയ്യാറാണ്. ഇന്നെന്താണെങ്കിലും വ്ളോഗൊക്കെ എടുക്കണോണ്ട് അതൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് വ്ളോഗ് എടുത്താലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് എന്തൊരു മടിയാണ്. കാരണം അങ്ങനെയുള്ള വീഡിയോസ് ഇതുവരെ ചെയ്യാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എൻ്റെതങ്ങ് ക്ലച്ച് പിടിക്കാറില്ല. എല്ലായിടത്തും ശരിയാവാറുണ്ട്, പക്ഷേ എൻ്റെതൊക്കെ ശരിയാവാറില്ല. ഇനിയിപ്പോൾ ഞാൻ എടുക്കണേൻ്റെ കുഴപ്പമാണോ എന്താണോ അറിയില്ല. എന്നാൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു കുളി അങ്ങ് പാസ്സാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പോയി നല്ല അടിപൊളിയായിട്ടൊന്നങ്ങ് കുളിച്ചു. ഇനി വന്നിരുന്നൊന്ന് കരയാമെന്ന് വിചാരിച്ചു. കാരണം ആകാശദൂത് സിനിമയാണ്, കുറേ ദിവസമായി വിചാരിക്കുന്നു കാണണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് അതും കണ്ടു. പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിട്ട് ഇനി ഒരൊറ്റ കിടത്താം. ഇനി 3 മണിയാവാണ്ട് എന്നെ ആരും ഇങ്ങോട്ട് നോക്കണ്ട.